ത്രിയേക ദൈവത്തിന് സ്തുതി. പ്രീസ്റ്റ് സ്പിരിച്വൽ മിഷൻ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ബിബ്ലിക്കൽ പേഴ്സണാലിറ്റീസ് എന്ന പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കുഞ്ഞായ യേശുവിനെ യെരുശലേം ദേവാലയത്തിലേക്ക് വിശുദ്ധ യോസേഫും മറിയാമും കൂടെ കൊണ്ടുവരുമ്പോൾ അവിടെ വെച്ച് കാണുന്ന വൃദ്ധനായ ശിമോനെ കുറിച്ച് ചിന്തിക്കുവാനായിട്ടാണ് ഇന്നേ ദിവസം നാം ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് 2-ാം അധ്യായം 22 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിലാണ് ശിമയോനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. ശിമയോൻ എന്ന വാക്കിൻ്റെ അർത്ഥം കേൾക്കുന്നു എന്നാണ്. ഇസ്രയേലിൽ ഒരു കുഞ്ഞ് പിറന്നാൽ ന്യായപ്രമാണ പ്രകാരം 3 അനുഷ്ഠാനങ്ങൾ പൂർത്തിയാക്കണം. 8-ാം ദിവസത്തെ പരിച്ഛേദന, ആദിജാതൻ്റെ വീണ്ടെടുപ്പ്, മാതാവിൻ്റെ ശുദ്ധീകരണം എന്നിവയായിരുന്നു അത്. പുതിയ നിയമ സഭയിലും 3 കുദാശകൾ ഉണ്ടല്ലോ: വിശുദ്ധ മാമോദീസ, വിശുദ്ധ മോറോൻ, വിശുദ്ധ കുർബാന. ലേവ്യ പുസ്തകം 12-ാം അധ്യായം 8-ാം വാക്യത്തിൽ ആൺകുട്ടിക്ക് അവളുടെ പക്കൽ വകയില്ല എങ്കിൽ അവൾ 2 കുറുപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ ഒന്നിനെ ഹോമയാഗത്തിനും മറ്റേതിനെ പാപയാഗത്തിനുമായി കൊണ്ടുവരണം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി യോസേഫ് പിതാവും മറിയാമും യേശു കുഞ്ഞിനെയും കൊണ്ട് ദേവാലയത്തിലേക്ക് വരുമ്പോൾ അവിടെ വെച്ച് വൃദ്ധനായ ശിമയോനെ കാണുകയാണ്. ശിമയോന്റെ മാതാപിതാക്കളെക്കുറിച്ചോ നാട്, സഹോദരങ്ങൾ എന്നിവയെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചോ ഒന്നും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ വിശുദ്ധ ലൂക്കോസ് 2-ാം അധ്യായം 25-26 വാക്യങ്ങളിലായി ശിമയോന്റെ 4 പ്രത്യേകതകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1, അദ്ദേഹം നീതിമാനായിരുന്നു. 2, ഇസ്രയേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവനായിരുന്നു. 3, പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൻ്റെ മേൽ ഉണ്ടായിരുന്നു. 4, കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പ് മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അരുളപ്പാട് കിട്ടിയിട്ടുണ്ടായിരുന്നു. കർത്താവിൻ്റെ ക്രിസ്തു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കർത്താവിൻ്റെ ക്രിസ്തുവിനെ കുറിച്ച് പഴയ നിയമത്തിൽ പല ഭാഗങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സങ്കീർത്തനം 2-ാം അധ്യായം 2-ാം വാക്യം: യഹോവയ്ക്കും അവൻ്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. സങ്കീർത്തനം 45-7: നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു, ആയതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ. നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. സങ്കീർത്തനം 110-1: യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നിന്റെ വലത്തുഭാഗത്തിരിക്കാം. യെശയ്യാ പ്രവചനം 61-1: എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു. ഇങ്ങനെ പ്രവചനങ്ങൾ കർത്താവായ ക്രിസ്തുവിനെ കുറിച്ച് അഥവാ അഭിഷിക്തനായ മെശിഹയെക്കുറിച്ച് നമുക്ക് കാണാം. ഈ അഭിഷിക്തനെ, മശിഹായെ, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാതെ മരിക്കുകയില്ല എന്ന അരുളപ്പാടാണ് ശിമയോന് കിട്ടിയിരുന്നത്. ശിമയോന് അരുളപ്പാട് കിട്ടിയ സാഹചര്യങ്ങളൊന്നും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ സഭാ പാരമ്പര്യങ്ങളിൽ 3 സാഹചര്യങ്ങൾ നാം കാണുന്നു. ഒന്നാമതായിട്ട് യെശയ്യാ പ്രവചനം 7-14 കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അത് വായിച്ചപ്പോൾ ശിമയോന് സംശയം തോന്നി. കാരണം ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ ഇക്കാര്യം മൗഢ്യമാണല്ലോ. അതുകൊണ്ട് ഇത് സംഭവിക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ആയതുകൊണ്ട് ദൈവം അദ്ദേഹത്തിന് ഒരു ദർശനം കൊടുത്തു. ഇത് നേരിട്ട് കാണുന്നതുവരെ നീ മരിക്കുകയില്ല എന്നായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ച അരുളപ്പാട്. രണ്ടാമതായിട്ട്
പഴയ നിയമം എബ്രായ ഭാഷയിൽ നിന്ന് ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്യുവാനായിട്ട് നിയോഗിക്കപ്പെട്ട 72 പേരിൽ ഒരാളായിരുന്നു അദ്ദേഹം. അങ്ങനെ വിവർത്തനം ചെയ്തപ്പോൾ ഇശയ്യാ പ്രവചനത്തിലെ കന്യകാജനനത്തിൻ്റെ വചനം ബുദ്ധിപരമായി മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് അതുമാത്രം അദ്ദേഹം ഒഴിവാക്കി. എന്നാൽ പിറ്റേ ദിവസം വിവർത്തനം ചെയ്ത വചനങ്ങൾ വായിച്ചപ്പോൾ അത് ദൈവം എഴുതിയിരിക്കുന്നതായും ഇത് നേരിൽ കാണുന്നത് വരെ മരിക്കുകയില്ല എന്ന ഒരു അരുളപ്പാട് ഉണ്ടാവുകയും ചെയ്തു. മറ്റൊരു പാരമ്പര്യം ഇസ്രയേലിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മനം തൊന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. അങ്ങനെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രയേലിൻ്റെ വീണ്ടെടുപ്പുകാരനെ കാണുന്നത് വരെ മരിക്കുകയില്ല എന്ന് അദ്ദേഹത്തിന് ഒരു ദർശനമുണ്ടായി. എന്തായാലും പൈതലായ യേശുവിനെ കാണുന്നത് വരെ മരിക്കുകയില്ല എന്ന അരുളപ്പാട് ലഭിച്ചവനായിരുന്നു ശിമിയോൻ എന്ന് വിശുദ്ധ ലൂക്കോസ് 2-ാം അധ്യായം 26-ാം വാക്യത്തിലൂടെ നാം മനസ്സിലാക്കുന്നു. ഉണ്ണി യേശുവിനെ കണ്ടപ്പോൾ അവനെ എടുത്ത് വളരെ സന്തോഷത്തോടെ ദൈവത്തെ അദ്ദേഹം സ്തുതിക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രവചനം പോലെ 34-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നു, പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തുപറയലിൻ്റെ, അതായത് തർക്കത്തിൻ്റെ അടയാളമായി യേശുവിനെ വെച്ചിരിക്കുന്നു. തുടർന്ന് മറിയാമിൻ്റെ ഹൃദയം പിളർക്കുന്ന ഒരു വചനം കൂടെ അദ്ദേഹം പറയുകയാണ്, നിന്റെ പ്രാണനിൽ കൂടി ഒരു വാൾ കടക്കും. യേശുവിൻ്റെ ക്രൂശ് മരണമായിരുന്നു ആ വാൾ. തൻ്റെ പ്രിയ മകനെ ദയവില്ലാതെ തല്ലുകയും ക്രൂശിൽ തറച്ച് കൊല്ലുകയും ചെയ്യുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന ഒരു അമ്മയാണല്ലോ വിശുദ്ധ ദൈവമാതാവ്. ഇങ്ങനെ സംഭവിക്കാനിരിക്കെ കൊണ്ട് മാനസികമായി ഒരുങ്ങുവാനുള്ള മുന്നറിയിപ്പായിട്ടായിരിക്കണം ശിമിയോൻ ഇങ്ങനെ പറഞ്ഞത്. യേശു ബലിയായി തീരേണ്ടവനാണ് എന്ന് പറയുന്ന ഒരു വ്യക്തി പുതിയ നിയമത്തിൽ സ്നാപക യോഹന്നാനാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യം, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. അതുപോലെ യേശുവിൻ്റെ ക്രൂശീകരണത്തെ ആത്മനേത്രങ്ങൾ കൊണ്ട് കണ്ടുകൊണ്ടായിരിക്കണം ശിമിയോൻ മറിയാമിനോട് പ്രവചിക്കുന്നത്, നിന്റെ പ്രാണനിലൂടെ ഒരു വാൾ കടക്കും.